ചുമ്മാ ഇരിക്കുന്നു. ഇപ്പോൾ സമയം എത്രയെന്നറിയാമോ? 10:30. ടീച്ചർ എല്ലാ ദിവസവും ഇതുപോലെ വൈകിയാൽ എങ്ങനെ? ഇനി മേലിൽ ഇത് റിപ്പീറ്റ് ചെയ്യരുത്. എന്താണ് സാർ ഒരു സ്നേഹമില്ലാത്തത് പോലെ? അതൊക്കെ പോട്ടെ ടീച്ചർ. പുതിയ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സുവോളജി ആയതുകൊണ്ട് ആമ്പിള്ളാരെല്ലാം ആവശ്യമില്ലാത്ത ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു. എന്റെ ടീച്ചറെ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ടീച്ചറിന്റെ ശരീരപ്രകൃതിക്ക് പറ്റിയ വിഷയമല്ല സുവോളജി. ഈ സാറ് എന്റെ ശരീരപ്രകൃതി എന്തിനു പറ്റിയതാണ്? മാങ്ങ പറിക്കാൻ തോട്ടി. ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത്. സാർ എപ്പോഴും ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറരുത്. ഒന്നുമില്ലേ, നമ്മൾ ഒരേ വർഗമല്ലേ സാർ? ഒരേ വർഗം? വർഗം. ബ്ലഡി നോൺസെൻസ്. ഓക്കെ, ഈ മുക്കും എനിക്ക് വേണ്ടി വരും. ഹലോ, ചങ്ങാതികളായ ഇങ്ങനെ വേണം. എത്ര ദിവസം ഞാൻ ആശുപത്രി കിടന്നു. ഒന്ന് അവിടെ വരെ വരാൻ നിനക്ക് മാത്രം സമയം കിട്ടിയില്ല അല്ലേ? സത്യത്തിൽ നീ മാത്രം വരാതായപ്പോ ഞാൻ കരുതി എന്നെ തല്ലിയ പക തീർക്കാൻ റാം സാബിനെ തട്ടിക്കളഞ്ഞ് നീ വല്ല ലോക്കപ്പിലും ആയി കാണുമെന്ന്. എവിടെ? നിനക്ക് എന്ത് പറ്റി ശോഭൻ? നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനാ. എന്ന് പറഞ്ഞാ പെട്ടെന്ന് ഇങ്ങനെ റൂം മാറാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളല്ല, അവനില്ലേ, അവൻ, ആ ജിത്തു. ഞാൻ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്? തെറ്റല്ല, ചതി. ശോഭൻ, നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല എടാ, ഈ ജീവിതത്തിൽ നെഞ്ചറിഞ്ഞ് സ്നേഹിച്ച ഒരേ ഒരു പെൺകുട്ടിയാണ് അവൾ, ബിനു. ആ സ്നേഹം അതേ അളവിലാണ് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. എന്താടാ നീ പറയുന്നത്? ഷീ ലവ്സ് മീ. ഒന്നല്ല, 1000 വട്ടം അവളെന്നോട് പറഞ്ഞിട്ടുള്ളതാ. അത് കേട്ട് വിശ്വസിച്ച നീ ഒരു മണ്ടൻ. എഴുതി ഒപ്പിട്ട് വന്നതിനേക്കാൾ വലുതൊന്നുമല്ലോ എന്നോ എപ്പോഴോ പറഞ്ഞ വാക്കുകൾ. ശോഭൻ, നീ സീരിയസ് ആയിട്ടാണോ? വായിച്ചു നോക്ക്, എന്നിട്ട് പറ. ഈ സമയത്ത് ഇവിടെ വരേണ്ടി വന്നു. ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവസാനത്തെ കളി ഇത്രയേറെ ക്രൂരമാകുമെന്ന് കരുതിയില്ല. ജിത്തു എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ. ഇതാ നിന്റെ കൈപ്പടയിൽ നീ ശോഭന എഴുതിയ കത്ത്. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. ജിത്തു, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. മറക്കാൻ കണക്കാക്കിയാണ് ജിത്തു വന്നത്. ഓർമ്മിപ്പിക്കരുത് ഒരിക്കലും, ഒരു തരത്തിലും. ജിത്തു, ജിത്തു. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും നീ ചെയ്തത് തീരെ ശരിയായില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, പെൺകുട്ടികൾക്ക് ചേർന്ന കളിയല്ല നീ കളിക്കുന്നതെന്ന്. ഇപ്പൊ കടന്ന് കരയുന്നത് കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഒരാളെ കത്തിലൂടെ പ്രേമിക്കുക, മറ്റൊരാളെ നേരിട്ട് പ്രേമിക്കുക, അതും ആത്മാർത്ഥ സുഹൃത്തുക്കളെ. മതി പറഞ്ഞത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ അതൊക്കെ ഞാൻ തനിച്ച് അനുഭവിച്ചോളാം.
പോരെ. ബിനു, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്ക് ജിത്തുവിനോട് അനിഷ്ടമെങ്കിൽ സത്യാവസ്ഥ നീ കാണുമ്പോ തുറന്നു പറയണം. അയാൾക്ക് മനസ്സിലാവാതിരിക്കില്ല. ഹായ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാടാ ഇങ്ങനെ ഒരു പിണക്കം? കമാ, വാ, നമുക്ക് നമ്മുടെ മുറിയിൽ പോവാം. വേണ്ട, ഇനി നമുക്കൊന്നൊരു വാക്കില്ല. നിന്റെ എന്റെ, നിനക്ക് എനിക്ക്, അത്രേ മതി. ദേ, വെറുതെ വാശി പിടിക്കരുത്. ഒരു പെണ്ണിന് വേണ്ടി പിരിയാവുന്നതാണോടാ നമ്മുടെ ബന്ധം? പോട്ടടാ, നമുക്ക് അവളെ മറക്കാം. മറക്കാൻ നിനക്ക് കഴിയുമായിരിക്കും, പക്ഷെ നെവർ, എനിക്കാവില്ല. ശോഭൻ, ഈ നെഞ്ചിൽ നിന്ന് അവളെ പറിച്ചെടുത്ത് നീയാണ്. ഒയ്ക്കോ, ഇല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഈ ശോഭന്റെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും. പോ. ശോഭൻ, ഒന്ന് നിൽക്കൂ. തെറ്റാണ് ഞാൻ ചെയ്തത്. പൊറുക്കാൻ ശോഭന് കഴിയില്ലെന്നറിയാം. പക്ഷേ എന്നെ മറക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. എത്ര നിസ്സാരമായി ബിനുവിനത് പറയാൻ കഴിഞ്ഞു. ശോഭനെ ഒന്ന് കളിയാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ. ഒരു തുണ്ട് കടലാസിൽ ഞാൻ എഴുതിവിട്ട കുറച്ച് കളിവാക്കുകൾ, അതിൽ ആത്മാർത്ഥതയിൽ നുറുങ്ങു പോലും ഇല്ലായിരുന്നു. പക്ഷെ ആ കളിവാക്കുകൾ എന്റെ മനസ്സിൽ തീർത്ത സ്വപ്നങ്ങളും മോഹങ്ങളും എത്രയാണെന്ന് അറിയാമോ? അറിയാതെ പറ്റിപ്പോയി. മറ്റൊന്നിലും എനിക്ക് വേദനയില്ല. നിങ്ങൾ ശോഭനും ചിത്തുവും വർഷങ്ങളായുള്ള നിങ്ങളുടെ സ്നേഹബന്ധം ഞാൻ മൂലം തകരരുത്. പ്ലീസ് ശോഭൻ, എല്ലാം പറഞ്ഞു നിങ്ങൾ ജിത്തുവിനെ സ്നേഹിക്കണം. നോ, അവന്റെ കാര്യം മാത്രം എന്നോട് മിണ്ടരുത്. അവൻ ചതിയനാണ്. നിന്നെ എന്നിൽ ശോഭൻ, നോ, നിന്നെ എനിക്ക് വേണം, എനിക്ക് മാത്രം. ഈ ജീവിതത്തിൽ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരേ ഒരു പെൺകുട്ടിയാണ് നീ. ഓഹോ, അപ്പൊ ഈ കാണുന്ന പെൺകുട്ടികളോ? ഇവരെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേ? ഇവർക്ക് സ്വപ്നങ്ങളും മോഹങ്ങളും കൊടുത്തില്ലേ നിങ്ങൾ? എന്നിട്ട് ഒടുവിൽ സംശയിക്കണ്ട, ആ വേദന നിങ്ങളും മനസ്സിലാക്കാൻ അറിഞ്ഞോട് തന്നെ എഴുതിയതാ കത്ത്. ആ കത്ത് വെച്ച് നിങ്ങൾ എന്ത് കളി കളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. പക്ഷെ ജിത്തുവിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഈ കാരണത്താൽ ജിത്തുവിനെ എനിക്ക് നഷ്ടമാവരുത്. നഷ്ടമായാൽ സഹിക്കില്ല ഞാൻ. തലസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്രം വരെ റാം സാബിന് പിടിപാടുണ്ട്. അതുകൊണ്ടാ പ്രിൻസിപ്പൽ പരാതി കൊടുത്ത് ഇത്ര ദിവസമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മുടെ ക്യാമ്പസിൽ കയറിയാ അയാൾ അക്രമം ഉണ്ടാക്കിയത്. എല്ലാം കയ്യും കെട്ടി നോക്കി നിന്നാ അത് വിദ്യാർത്ഥി വർഗത്തിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കും. ഇപ്പൊ തന്നെ പ്രതികരിക്കാൻ സമയം വളരെ വൈകി. നീ ആശുപത്രിയിൽ നിന്ന് പറ്റുന്ന കരുതിയിരിക്കായിരുന്നു. ശക്തമായ പ്രക്ഷോഭം തന്നെ നടത്തണം, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? റാം സാബിനെ അറസ്റ്റ് ചെയ്യാൻ ഇനിയും താമസിച്ചാൽ അത് തന്നെ വേണ്ടിവരും. വേണ്ടി വരുമെന്നല്ല, വേണം. അതെ, ഓക്കെ, വിദ്യാർത്ഥി ഐക്യം. ഇവിടെ വെച്ച് വേണ്ട, ഈ ആവേശം അവിടെ മതി. ജിത്തു, ഒന്ന് നിന്നേ പ്ലീസ്. അമ്മൂമ്മേരെ മുദ്രാവാക്യം. സുബേർ, സുബേർ, ഒന്ന് നിൽക്കൂ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തോന്നാ ഇത്രയ്ക്ക് പറയാൻ? എനിക്ക് വല്ല പ്രേമലേഖനം എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താ. അയ്യടാ, പ്രേമലേഖനം തരാൻ പറ്റിയൊരു മോന്ത. ആ കുട്ടിക്ക് പറയാനുള്ളതെന്ന് കേട്ടാൽ എന്താ കുഴപ്പം? നിങ്ങളുടെയൊക്കെ കയ്യിലെ വള ഊരി പോവോ? ചിലപ്പോ ഊരി പോയെന്നിരിക്കും. ദേ കൊച്ചേ, പിന്നൊരു കാര്യം, ഞാൻ ആരോട് സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എപ്പോ സംസാരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. നീ എന്റെ പാലിൽ പോയി. നീ പോടാ കൊരങ്ങ. അവൻ പൊട്ട് ഞാനില്ലേ? അലവലാതി ശാമ അവളുടെ മൂമേരം. മാറി നിൽക്കണം. വഴിയിലെ തടസ്സം ഉണ്ടാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല. ആ വാഹനത്തിലിരിക്കുന്ന മാന്യ ദേഹത്തെ കണ്ട് രണ്ട് വാക്ക് സംസാരിച്ചാൽ മാത്രം മതി. വഴി തടഞ്ഞുകൊണ്ട് വേണം നിനക്കൊക്കെ ആഭ്യന്തരമന്ത്രിയോട് സംസാരിക്കാൻ. അവർക്ക് എന്ത് നിവേദനമാണ് സമർപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ സമർപ്പിക്കട്ടെ. നിവേദനവും സമർപ്പണവും ഒന്നുമില്ല. മുഖത്ത് നോക്കി വെട്ടിത്തുറന്നുള്ള പറച്ചിലേ ഉള്ളൂ. യാതൊരു കാരണവുമില്ലാതെ ക്യാമ്പസിൽ കയറി ആക്രമണം നടത്തിയ അണ്ടർവേൾഡ് ചെറ്റ റാം സാബ് എന്ന കുടിച്ചിപ്പട്ടിയെ പരാതി കൊടുത്ത് 12 ദിവസങ്ങൾ പിന്നിട്ടിട്ടും അറസ്റ്റ് ചെയ്യാൻ നിങ്ങളും നിങ്ങളുടെ ഗുണ്ടാ പോലീസും മടിക്കുന്ന എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണം. ആ പരാതിയെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ടും പഠിച്ചില്ലെങ്കിൽ
പഠിപ്പിക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാം. നോക്ക്, തിരിച്ചടിക്കാനുള്ള ശേഷിയോ ആത്മബലമോ ഇല്ലാഞ്ഞിട്ടല്ല. കേരളമാകെ കത്തിപ്പടരുന്ന സമരമോ പ്രക്ഷോഭമോ സംഘടിപ്പിക്കാൻ ഞങ്ങൾ വിദ്യാർത്ഥി വർഗത്തിന് ഒന്ന് കൈഞ്ഞൊടിച്ചാൽ മാത്രം മതി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ മേലാളനായി വളർന്ന നിങ്ങളത് മറന്നുപോയെങ്കിൽ ഇപ്പൊ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, തകിടം മറിക്കും ഞങ്ങൾ. 24 മണിക്കൂറിനകം റാം സാബിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓർത്തോ, പുസ്തകവും പേനയെഴുത്ത് ഈ കയ്യിൽ കത്തിയും കൈബോംബും എടുക്കേണ്ടി വരും. മൈൻഡ് ഇറ്റ്. വാടാ. തൂറ്റണം, അതാ രാഷ്ട്രീയ തന്ത്രം. റാം സാബിനെ പോലുള്ള താപ്പാനകളെ തളയ്ക്കാൻ തക്കതായ ചങ്ങല തന്നെ വേണം. വിദ്യാർത്ഥി സമരം ശക്തമാക്കണം. ശക്തിയില്ലാത്ത താനത് പറയണ്ട. അതെ, കുമാരൻ പറഞ്ഞതാ ശരി. വിദ്യാർത്ഥി സമരം രൂക്ഷമാക്കണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകാതിരിക്കുക. വിദ്യാർത്ഥികളുടെ ശരീരത്തിന് പോറലേറ്റാൽ രക്ഷിതാക്കൾക്ക് നോവും. അങ്ങനെ വരുമ്പോ ഇതൊരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നോവിക്കാനുള്ള വഴി നേതാവ് തന്നെ പറ. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സമര രംഗത്തിറങ്ങണം. 4 മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ ഒരു കളക്ടറേറ്റ് പിക്കറ്റിംഗ് കൊണ്ടോ ഇവിടെ ഒന്നും സാധിക്കില്ല. 4-5 ആള് ചത്തു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതെ, അതിനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. വന്നിപ്പോ ബാക്കിയുള്ളവർക്ക് കൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാ. ഈ സമരത്തെ യുക്തിപൂർവ്വം നേരിട്ടില്ലെങ്കിൽ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തന്നെ മാറും. കോളേജ് ഇലക്ഷനാ വരുന്നത്. ഈ സമയത്ത് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചാൽ നമ്മുടെ പാർട്ടിക്ക് ഒറ്റ യൂണിയൻ പോലും കിട്ടില്ല. തുറന്നു പറയുമ്പോൾ ആർക്കും പൊള്ളണ്ട. ഈ റാം സാബ് എന്ന് പറയുന്ന കളനെ രക്ഷിക്കാൻ ആഭ്യന്തരമന്ത്രിക്കുള്ള താല്പര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. നന്ദിയില്ലാത്തവരും പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. റാം സാബ് കള്ളനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ആ റാം സാബിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഈ നിമിഷം ഇപ്പോ ഞാൻ അയാളുടെ കയ്യിൽ വിലങ്ങിരിക്കാം. ഇലക്ഷൻ ഫണ്ടിലേക്ക്, പാർട്ടി ഫണ്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ മേശപ്പുറത്ത് വരുന്ന നോട്ടുകെട്ടുകൾ വാങ്ങി സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും മിന്നുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഈ എച്ചിലെടുക്കാൻ സ്വന്തം കൈകൾ തന്നെ വേണ്ടിവരുമെന്ന്. പരസ്പരം പാരവയ്ക്കാതെ വിദ്യാർത്ഥികളെ തൃപ്തിപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോന്ന് ആലോചിക്കേ. അതെ, അല്ലാതെ എല്ലാവരും കൂടി എന്റെ നെഞ്ചത്തോട്ട് കയറിയ ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ എന്നല്ല, ഈ മന്ത്രിസഭ തന്നെ കാണുകയില്ല. അത് ഉറപ്പാ. താനെ കോത്താഴത്ത മന്ത്രിയാണോ? എന്ത് ഭാവിച്ചത് എന്റെ പുറപ്പാട്? ഒരു മന്ത്രിയും കാണാൻ മന്ത്രിമന്ത്രിപുരം പോകേണ്ട ഗതികേടൊന്നും ഈ റാം സാബ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ താനായിട്ട് അത് ഉണ്ടാക്കി. സാബ് വെറുതെ ചൂടാകരുത്. പിന്നെ ചൂടാകാതെ താനെന്ത് പോക്കത്രമാണോ കാണിച്ചത്? കോഴിക്കറി 1-2 പിള്ളേരെ തട്ടുകയും തടയുകയും ചെയ്യുന്നു വെച്ച് താൻ തന്റെ പോലീസിന് വിട്ട് എന്നെ അറസ്റ്റ് ചെയ്യിക്കുമല്ലേ? ഞാനങ്ങനെ സ്വയം ഒരു തീരുമാനം എടുക്കുമെന്ന് സാബിന് തോന്നുന്നുണ്ടോ? ഇത് എന്റെ പാർട്ടിയുടെയും മന്ത്രിസഭയുടെയും തീരുമാനമാ. നാട് മുഴുവൻ പടർന്നു പിടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അനന്തര ഫലം. 4 പിള്ളേർ തെരുവിലിറങ്ങിയപ്പോഴേക്കും ആഭ്യന്തരമന്ത്രിയുടെ മുട്ടുപറച്ചുവല്ലേ? വിദ്യാർത്ഥികൾ ഇളയാനുള്ള ഭവിഷ്യത്തുകൾ സാബിന് അറിയാമല്ലോ. സമസ് ഗയാബായ് മന്ത്രിക്കസരയ്ക്ക് ഇളക്കം തൊട്ടോന്ന് ഓർക്കുമ്പോ നെഞ്ചിരിക്കുന്നുണ്ടല്ലേ? വിദ്യാർത്ഥികളെ പിണക്കിയാൽ താമസിയാതെ അത് സംഭവിക്കും. റാം സാബിനെ പിണയ്ക്കാനും അതൊക്കെ തന്നെ സംഭവിക്കും. 1-2 പറഞ്ഞ് ഉടക്കിപ്പിരിയാനല്ല ഞാൻ നിങ്ങളെ വരുത്തിയത്. നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് പ്രതിപക്ഷത്തിന്റെയും വിദ്യാർത്ഥികളുടെയും കണ്ണിൽ തൽക്കാലം ഒന്ന് പൊടിയിടണം. അതിന് ഞാൻ അറസ്റ്റ് വരിക്കണമായിരിക്കും അല്ലേ? അത് പള്ളി പറഞ്ഞാൽ മതി. ഇതർ ദേക്കോ ഭയ്യ, ലക്ഷങ്ങൾ വാരിയെറിഞ്ഞും നാട്ടിൽ ചോരപ്പുഴ ഒഴുക്കിയും നിന്നെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തിരിക്കുന്നതേ ചെരയ്ക്കാനല്ല. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും. ഇയാളെ പിടിച്ച് പുറത്തുള്ളൂ. എരണേഴത്തെ രാവുണ്ണി മകൻ ഗോപാലകൃഷ്ണൻ. റാം സാബിനെ നീ ശരിക്കും പഠിച്ചിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്കിപ്പോ മനസ്സിലായി, നീ ഒരു മണ്ടന, മരമണ്ടൻ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു അവസരം കൂടി തരാം. പറ, എന്നെ ഈ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ റാം സാബ്, എനിക്ക് മനസ്സുണ്ടായിട്ട് ചെയ്യുന്നതല്ല ഇതൊന്നും. ആ കോളേജ് പ്രിൻസിപ്പൽ പരാതി പിൻവലിക്കാതെ ഇതിൽ നിന്നും പിന്മാറണ്ടെന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം. പ്രിൻസിപ്പൽ
നീ എന്ത് വിചാരിച്ചു? മുമ്പൊരിക്കൽ ക്യാമ്പസിൽ കിടന്നു വന്നൊരു സീനുണ്ടാക്കി ഷൈൻ ചെയ്ത് പോന്നപ്പോ ഞങ്ങളൊക്കെ പേടിച്ച് കക്ഷത്തിൽ കൈയ്യണ്ടിരിക്കും മിണ്ടാതിരുന്നോ? ഷട്ടപ്പ്. നീ എന്ത് ഭാവിച്ചാ? യു ഷട്ടപ്പ്. ഈ ചെറ്റയുടെ എച്ചിൽ പട്ടിയായി വാഴുന്ന തനിക്കൊന്നും എന്നെ ശാസിക്കാൻ അവകാശമില്ലടോ. എന്തോന്ന് യു? എന്ത് നാറിത്തരത്തിനും തയ്യാറായിക്കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അടിക്കേണ്ടി വന്നാൽ അടിക്കും, കൊല്ലേണ്ടി വന്നാൽ കൊല്ലും. ഈ ബാസ്റ്റേഡിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ജസ്റ്റ് എ വാർണിംഗ്. പറയാനും പ്രവർത്തിക്കാനും വല്ലതും ഉണ്ടെങ്കിൽ അത് നേർക്ക് നേരെയാകാം. പാവം പ്രിൻസിപ്പാളിനോട് വേണ്ട, മിണ്ടിപ്പോരുത്. ഞങ്ങളുടെ പ്രിൻസിപ്പാളിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഉള്ളവന്റെ മുമ്പിൽ മൂക്കും കുത്തി നിന്ന് ആസനവും കഴുകിക്കൊടുത്ത് നീ ഉണ്ടാക്കിയെടുത്ത നിന്റെ ഈ കോലവും സാമ്രാജ്യവും ഒരുപിടി ചാരമാക്കും ഞങ്ങൾ. തു സംസാ കുത്തേക്ക ബച്ച. ഹലോ ശോഭൻ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഈ ആത്മാർത്ഥ കടപ്പാട് എന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? എല്ലാവരും സ്വാർത്ഥരാണ്. അല്ലായിരുന്നെങ്കിൽ സ്വന്തം സുഹൃത്ത് തന്നെ നിന്നിങ്ങനെ ചതിക്കുമായിരുന്നോ? ഇനിയിപ്പോ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ? ഒന്ന് സ്മാർട്ട് ആവടോ. പഴയതൊക്കെ മറക്കാൻ വിഷമമായിരിക്കും അറിയാം. മറക്കണ്ട, പക്ഷെ ചതിക്ക് ചതി. അതാണ് ഞങ്ങളുടെ പോളിസി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ പറയാറ്? നിനക്കിപ്പോൾ ആവശ്യം നിന്റെ ശത്രുവിനെ തകർക്കാൻ കരുത്തനായ ഒരു മിത്രത്തെയാണ്. യെസ്, റാം സാബ് നിനക്ക് കരുത്തനായ ഒരു മിത്രമായിരിക്കും. ഐ പ്രോമിസ്. നാടോടുമ്പോ നടുവ് ഓടിയില്ലെങ്കിൽ നടുവൊടിഞ്ഞു വഴി വീഴും. അങ്ങനെ ഓടിയത് കൊണ്ടാ വടക്കമ്പറൂക്കാരൻ കൊച്ചിരാമൻ റാം സാബായത്. സംസാ ബേട്ട. റാം സാബിനെ കുറിച്ച് നിന്റെ ആ പഴയ ചങ്ങാതി ഉണ്ടല്ലോ ജിത്തു, അവനൊരു ചുക്കും അറിയില്ല. ഈ കൈഞ്ഞൊടിയിലിട്ടൊന്ന് ഞെരടാൻ പോലുമില്ല അവൻ. തരത്തിൽ ചേരുന്നവരോട് കളിക്കാനാ റാം സാബിന് ഇഷ്ടം. അവനൊരു പീക്കിരി പയ്യൻ, അതുകൊണ്ടാ നിസ്സാരമായി തള്ളിയത്. സംശ, നീ എന്നോട് ഇത്തിരി കളിച്ചിട്ടുണ്ട്. പക്ഷെ നീ മിടുക്കനാ. നിനക്ക് ഒഴുക്കിനൊത്ത് നീന്താൻ അറിയാം. നീ നീന്തിക്കോ, കൂടെ റാം സാബും ഉണ്ട്. പിന്നെ പിള്ളേര് വന്ന് ഇലക്ഷന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ചെയർമാൻ അവനായിരുന്നല്ലോ. അവനെതിരെ നിർത്താൻ പറ്റിയ ഒരേ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ശോഭൻ കുമാർ ജി, നീ ജയിക്കണം. തൂ ജീത്തന പടേക. നിന്റെ മുഖം കണ്ടാൽ അറിയാം ഭാവിയിലെ മന്ത്രി. ആ ഇറുക്കിളി പയ്യനോടുള്ള റാം സാഹിബിന്റെ ചെറിയൊരു റിവെഞ്ച് നിന്റെ